ഉല്ലാസ് ബാബു, ഇന്നലെ തദ്ദേശ ഭരണ മന്ത്രിയും പറയുന്നുണ്ടായിരുന്നു, ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഉടൻ തന്നെയുള്ള പ്രഖ്യാപനമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. അങ്ങനെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാരും ഇത് കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനം ഈ 0-ലേക്ക് അതിദരിദ്രരുടെ എണ്ണം എത്തിയപ്പോൾ ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു, സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നു, അപ്പോൾ എതിർപ്പുമായിട്ട് വരുന്നു. ഇതിനെന്താ അർത്ഥമെന്നാണ് തദ്ദേശ ഭരണ മന്ത്രി ചോദിക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ എസ് മോഹനകുമാർ അതിന്റെ ക്രൈറ്റീരിയ വിശദീകരിച്ചു. മോഹനകുമാറിന് അത് പരിപൂർണമായിട്ട് വിശദീകരിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും നമ്മുടെ കേരളത്തിലുണ്ട്, സംശയമില്ല. പക്ഷേ അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല അതിദരിദ്രർ പരിപൂർണമായിട്ട് ഇല്ലാതായി കേരളത്തിലെന്ന്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും അങ്ങനെയാണ് ഇവരുടെ തന്നെ കണക്കുകളുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്കൂ, ഇതിനൊക്കെ ഈ കണക്കുകൾ നിശ്ചയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട 2 സാമ്പത്തിക വിദഗ്ധരുണ്ട്, മേരി മാഡം ഉണ്ട്, ഇദ്ദേഹവുമുണ്ട്. ഇവർക്ക് 2 പേർക്കും ഇത് അറിയാത്തവരല്ലല്ലോ. 2 പേര് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ പഠിക്കുന്ന ആളുകളാണ്. ഇതിന് പ്രോട്ടോക്കോളില്ലേ? ഇവരുടെ സിസ്റ്റം എന്തായിരുന്നു? ഇവർ നേരിട്ട് പോയി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞവരെ നേരിട്ട് പോയി സഭകൾ വിളിച്ചു, 20 പേരെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന്. ഇവരുടെ കണക്കുകളൊന്ന് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. 64,008 ഇവരുടെ കണക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അന്ത്യോദയ പ്രകാരമുള്ള AY മഞ്ഞക്കാടുള്ള 6 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നേ. ഇത് കൃത്യമായിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എങ്ങനെയാണ് ഈ ലിസ്റ്റ് ചെയ്തത്? ഈ ലിസ്റ്റ് ചെയ്തത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൽ വന്നപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ പോലും മമ്മിക്കുട്ടി MLA ചോദിച്ച ചോദ്യത്തിന് GR അനിൽ പറഞ്ഞ മറുപടി തന്നെയാണത്. 6 ലക്ഷത്തോളം കാർഡ്, 5,91,000 കാർഡുണ്ട്. ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നില്ല, എന്താ സാർ അതിനെക്കുറിച്ച് പറയാഞ്ഞത്? 1.5 ലക്ഷം പേരുണ്ട് ആശ്രയ പദ്ധതി പ്രകാരം. അത് നിർത്തലാക്കിയോ നിങ്ങൾ? അത് നിർത്തലാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അല്ലെങ്കിൽ അത് തുടരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ആശ്രയ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത്? അതിദാരിദ്രരായിട്ടുള്ള ആളുകളല്ലേ ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവർക്ക് സൗകര്യം കൊടുക്കുന്നു, അത് 1.5 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണക്കുണ്ടല്ലോ. അപ്പോൾ 1.5 ലക്ഷം ആശ്രയ പദ്ധതി കൊടുക്കുന്നു എന്ന് പറയാം. 5,92,200 പേരുടെ കാർഡുകൾ, മറ്റേ അതിദാരിദ്ര്യത്തിൻ്റെ കാർഡുകൾ ഉള്ള കുടുംബങ്ങൾ ഉള്ള കേരളത്തിൽ ഇനിയും കാർഡുകളും മറ്റതും ഇല്ലാത്ത നിരവധി ആളുകളുള്ള സ്ഥലത്ത്, ഒപ്പം തന്നെ വനവാസി സമൂഹം 1.5 ലക്ഷത്തിൻ്റെ അടുത്തുള്ള വനവാസി സമൂഹത്തിൽ വെറും 6,400 പേരാണ് ഇവരുടെ ഈ 64,000 പേരിൽ പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 22,000-ഓളം പേരുണ്ട് എന്ന് അവകാശപ്പെടുക. അത് കഴിഞ്ഞ് ഇപ്പോൾ 6,400 പേരുള്ളൂ പെട്ടെന്ന് അവർ മാറ്റി പറയുക. ഇതൊക്കെ പറയുന്ന ഈ കണക്കുകളൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അതാണ് കൃത്യമായി പറയുന്നത്. ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യത്തിന്, രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥയും ദരിദ്രാവസ്ഥയും ഉപയോഗിക്കുന്നു ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഒരു ടീം കണ്ടെത്തി. ഇപ്പോൾ രംഗരാജൻ കമ്മിറ്റി പ്രകാരം ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പണ്ട് സുനിൽ ടെണ്ടുൽക്കർ കമ്മിറ്റി ഉണ്ടായിരുന്നു, 93-ലാണ് എൻ്റെ വിശ്വാസം. നോക്കൂ, ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളും പഠനങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ട്. അതൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇവർ കിലയിലൊരു തീരുമാനമെടുത്തു, കിലയിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പഠനം നടത്തി, അവർക്ക് ക്ലാസ് കൊടുത്ത്, അവർക്ക് പരിശീലനം കൊടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു തീരുമാനം. ഇതൊക്കെ പ്രഖ്യാപിക്കാമായിരുന്നെങ്കിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ടാണ്. ഇത് ആസാമിലും ഗോവയിലും ഒക്കെ മുന്നേ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് ആ സർക്കാരുകൾക്കൊക്കെ ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ സർക്കാരിന് ഇതൊരു PR പണിയാണ്, ഇത് അവർക്കൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയപ്പെടുന്നത്. UN-ന്റെ സ്റ്റാൻഡേർഡ് വരെ പറയുമ്പോൾ $3 സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അങ്കോള, ഇത്യോപ്യ, അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ $3 ഒരു ദിവസം വേണമെന്നാണ് എക്സ്ട്രീം പൂവറിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ അവകാശപ്പെടുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നല്ലേ? അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് വികസനത്തിൽ അവകാശപ്പെടുന്നവർ ആഫ്രിക്കൻ സ്റ്റാൻഡേർഡ് മതി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയപ്പെടുന്നിടത്താണ് ഇവരുടെ രാഷ്ട്രീയ തട്ടിപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എത്ര രൂപ ഈ വരുമാനത്തിന്റെ കാര്യം പറയുമ്പോൾ രൂപ എന്ന് പറയുന്നത് 138 രൂപ അല്ലെ? അങ്ങനെയാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്, ദിവസ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ $3 പോലും ഇല്ല, അതുപോലുമല്ല 138 മന്ത്രി പറഞ്ഞ കാര്യം. എത്യോപ്യ പോലെയുള്ള, അങ്കോള പോലെയുള്ള, നോക്കൂ, എത്യോപ്യ പോലെയുള്ള, അങ്കോള പോലെയുള്ള, സുഡാൻ പോലെയുള്ള, അല്ലെങ്കിൽ ആഫ്രിക്കൻ മറ്റ് സൊമാലിയ പോലെയുള്ള കൺട്രികളിൽ പോലും $3 UN പറയുന്ന കാര്യങ്ങൾ. ഒരു സംശയം വേണ്ട, $3 നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ. അതുപോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലും ഇവിടെ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൾട്ടി ഡൈമെൻഷണൽ ആണ് ഒരു പോവർട്ടി തീരുമാനിക്കപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഒക്കെ തീരുമാനിക്കപ്പെടുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കും, ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇവരെടുക്കുന്ന 4 കാര്യങ്ങളാണ്. അന്നമുണ്ട്,
വെള്ളമുണ്ട്, അന്നം, പാർപ്പിടം, ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ 4 കാര്യങ്ങൾ മാത്രം അതൊന്ന് സെലക്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയ ഗിമ്മിക്ക് നടക്കുന്നത്. ആ രാഷ്ട്രീയ ഗിമ്മിക്കിലും കൃത്യമായിട്ട് ഇടപെടില്ല. ഇപ്പോൾ തൊഴിലിനകത്ത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളുണ്ട്, മറ്റേ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അന്നത്തിൽ കൃത്യമായിട്ട് AAY എന്ന് പറയപ്പെടുന്ന ഫ്രീ റേഷൻ സംവിധാനം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നേ. അതേപോലെ തന്നെയാണ് ഇവരുടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ജലജീവൻ, അതേപോലെ തൊഴിൽ, അതേപോലെ പാർപ്പിടം, PM ആവാസ് യോജന കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായിട്ടുണ്ട്, വെള്ളത്തിൻ്റെ വിഹിതവുമുണ്ട്, മരുന്ന്, അതുപോലെ കൃത്യമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ജനൌഷധിയുണ്ട്, ആയുഷ്മാൻ ഭാരതമുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അത് ഇവർ ഒപ്പിടാത്തതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. വയോബന്ധൻ, മാതൃബന്ധൻ യോജന പാവപ്പെട്ട അമ്മമാർക്ക്. ആദിവാസി സമൂഹത്തിൽ എത്ര പേർക്ക് പ്രയാസങ്ങളുണ്ടെന്ന് അറിയാമോ ശ്രീ മഞ്ജുഷ്? നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ്റെ രംഗമായി നിങ്ങളുടെ മൈക്കും നിങ്ങളുടെ ക്യാമറയുമായിട്ട് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് ഇറങ്ങി നോക്കൂ. ഇവർ പറയുന്ന 64,000 എന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിൻ്റെ വെട്ടിക്കെട്ട് പോലെയുള്ള പടക്ക തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കും. ഇവർക്ക് നുണ പറയാനും തട്ടിപ്പ് പറയാനും ഒരു ബുദ്ധിമുട്ടുമില്ല, രാഷ്ട്രീയ ഗിമ്മിക്ക് നടത്താനും ബുദ്ധിമുട്ടില്ല. ഇവർക്കേ പറയാൻ പറ്റുള്ളൂ. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിന് മാത്രമേ ഇതുപോലെയുള്ള ഒരു നുണക്കണക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദ ഇതിനുള്ള മറുപടി PR തട്ടിപ്പ് എന്നാണ് പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു PR തട്ടിപ്പ്, നേരത്തെയും PR തട്ടിപ്പുകളുടെ കഥകൾ ഓരോന്നായിട്ട് പുറത്തു വന്നതാണ്. ഇവിടെ മേനി നടിക്കാൻ എന്താണുള്ളത് ഇത്രമാത്രം? ഇത് പ്രതിപക്ഷം അങ്ങനെ പറയണം, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭരണകക്ഷി ഞങ്ങൾ അങ്ങനെ ആക്ഷേപിക്കാറ്. ഇവിടെ ബഹുമാനപ്പെട്ട മേരി ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സർവേ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തെ കുറിച്ച് പഠിച്ചത്. ആ സർവേയിലാണ് ഈ 64,006 വീടുകളെ കുറിച്ച് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നത്. പിന്നെ ഈ ഗവൺമെന്റിന്റെ മുഖം മിനുക്കിന് വേണ്ടിയുള്ള പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. ഈ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം പല നടപടികൾ, ശ്രീ ഉല്ലാസ് പറഞ്ഞ ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും ഒക്കെ ഉണ്ട്. അതെല്ലാം വേണ്ടി 4.8 ലക്ഷം പേർക്കാണ് ഈ ഗവൺമെന്റ് വീട് നൽകിയിരിക്കുന്നത്. ഈ ദാരിദ്ര്യം പഠിക്കുമ്പോൾ ഇതിനകത്ത് നിരവധി കാര്യങ്ങൾ അടിസ്ഥാനമായിക്കൊണ്ടാണ് പഠിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി, പൊതുജനാരോഗ്യ മുന്നേറ്റം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ജനകീയ ആസൂത്രണം, അതുവഴിയുണ്ടായ അധികാര വികേന്ദ്രീകരണം, സഹകരണ മേഖലയിലുണ്ടായ വളർച്ച, ഭവന നിർമ്മാണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ആരോഗ്യവും അതുപോലെ തന്നെ ഇവരുടെ വീടും അതുപോലെ ആഹാരവും, ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമല്ല, സമഗ്രമായ മേഖലയിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള പുരോഗതി എല്ലാം പഠിച്ചുകൊണ്ടാണ് കുറെ അധികം ജനങ്ങളെ, പരമാവധിയൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം. ശരി, എന്റെ വാർഡിലുമുണ്ട്, ഭവനരഹിതരൊക്കെ ഉണ്ടാകാം. പക്ഷേ വളരെയധികം പേരെ, ഈ 64,000 പേരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റിൽ തന്നെ കണ്ടുപിടിക്കുകയും ആ 64,000 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ശ്രീമതി മേരി ജോർജ്, അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്, കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയാണെന്ന്? അല്ല, അങ്ങനെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പട്ടികയാണെന്നല്ല. കേന്ദ്ര സർക്കാർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കേരളത്തിൽ 0.71 അതിദരിദ്രരേ ഉള്ളൂ എന്നാണ്. ആ കോൺസെപ്റ്റ്, ആ റിസൾട്ട് കടം വാങ്ങിക്കൊണ്ട് ആ 0.71 ആരാണ് എന്ന് കേരളത്തിൽ കണ്ടെത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. കാരണം അത്ര അവിശ്വസനീയമായ കണക്കുകളാണ് അതിന്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മഞ്ജുഷ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ 64,000 കുടുംബങ്ങൾ എന്നുള്ള കണക്ക് അവിശ്വസനീയമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അവിശ്വസനീയമാണ്. ആ കാര്യത്തിൽ ഉല്ലാസ് പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത്